Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഇന്നേ വരെ എൻ്റെ വീട്ടുകാരോ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ ഞാൻ വളർന്ന ആ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഒരാൾ എൻ്റെ അടുത്ത് മോളെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ പേടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ടല്ലോ, അതേപോലെയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ പേടിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്, അതായത് ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പം വെറും വർഷമാണെന്നെല്ലാവരും പറയും, പക്ഷേ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പറയാൻ കുറച്ച് സമയമെടുക്കും. ഐ എം സോറി ദാറ്റ്, അതായത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓഡീഷനൊന്നുമില്ല ചേച്ചി, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് എന്നെ എങ്ങനെ ഓഡീഷനൊന്നും എടുക്കാണ്ട് എടുത്തു എന്നുള്ളതാണ്. ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, അപ്പം പറഞ്ഞു എന്തോ ഒന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാൻസ് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരാളെന്നെ ഇതേപോലെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എനിക്ക് ചെറിയ പ്രേമത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. ഇന്നും എൻ്റെ വീട്ടുകാർക്ക് അറിഞ്ഞൂടാ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ്. ആക്ച്വലി ഇപ്പം ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ്. Hello and welcome everyone to the show and welcome ex-RJ, താങ്ക് യു, VJ, influencer, അഭിനേത്രി, അല്ലേ, എല്ലാം കൂടിയായ നമ്മുടെ വെറും വർഷ. നമസ്കാരം. ഈ വെറും എന്നുള്ള ടൈറ്റിൽ എവിടെ നിന്നാ വന്നത്? അതെന്താ വെച്ചാൽ ഞാൻ റേഡിയോയിലായിരുന്നല്ലോ ആദ്യം. അപ്പം ഞാൻ നിൽക്കുന്ന റേഡിയോയിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ റേഡിയോയുടെ പേരിടണം. അങ്ങനെ ഞാൻ മിർച്ചി വർഷാന്നായിരുന്നു എൻ്റെ പേരുണ്ടായിരുന്നത്. റേഡിയോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് പൊതുവേ ഇങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ചെയ്യില്ല. ഞാൻ കുറച്ച് സമയം എടുത്ത് സാവകാശം എടുത്ത് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ പേര് മാറ്റിയില്ല. അപ്പോൾ എൻ്റെ HR എൻ്റെ PHനെ വിളിച്ചിട്ട് പറഞ്ഞു, വർഷം എന്താ പേര് മാറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിക്കുന്നു 3 വർഷം ഞാൻ പണിയെടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവരെന്നെ തള്ളി പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പെട്ടെന്ന് വിഷമം വരും, ഈഗോ പെട്ടെന്ന് അടിക്കും ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പേര് മാറ്റണം. അപ്പം എങ്ങനെ മാറ്റും എന്ന് വിചാരിച്ചപ്പം എല്ലാവരും റേഡിയോന്ന് ഇറങ്ങുമ്പോൾ RJ കൂട്ടിയിട്ടാണ് ഇടാറ്. RJ വർഷ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൽ നിന്ന് ഇറങ്ങിയാലും RJ പൊതുവെ എല്ലാവരും ഇടാറുണ്ട്, ചിലർ ഇടാത്തവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം RJ വർഷ തന്നെ ഇട്ടത്. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, വേണ്ട, ഇനി അങ്ങനത്തെ ഒരു ജോലി അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്ലെയിൻ ആയിട്ടൊരു പേരിടാം, എന്നാൽ വെറും വർഷാന്നിടാം. എനിക്ക് എന്തോ ആ നേരത്തെ ആ ഒരു പേര് വന്നു, ഞാനത് ഇട്ടു. ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ എൻ്റെ അറിയാവുന്ന ആൾക്കാർ എന്ത് പേരാടി എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ പേരിലാണ് ഇപ്പൊ എല്ലാരും എന്നെ വെറും എന്താ വിളിക്കാറ്, എന്റെ ഫോണിൽ സേവ്ഡ് എങ്ങനെയാണെന്നറിയോ? RJ വർഷം തന്നെയാണ്. അപ്പൊ നമ്മള് മീറ്റ് ചെയ്യുന്ന നമ്മൾ എവിടെയാ, നമ്മള് മീറ്റ് ചെയ്യുന്നത് ഷോപ്പിങ്ങിന് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരാളിങ്ങനെ മാസ്ക് ഒക്കെ കെട്ടി കണ്ട പരിചയം. പ്രത്യേകിച്ച് ഇപ്പൊ ആൾക്കാർ മാസ്ക് ഇടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കും. പുള്ളിക്കാരത്തിനെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്, കണ്ട പരിചയം. പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. ഞാൻ അന്ന് തന്നെ ഇൻഫാക്ട് ആ ആഴ്ച തന്നെ വിചാരിക്കുകയായിരുന്നു കോൺടാക്ട് ചെയ്യണം, വിളിക്കണം എന്നുള്ള. ഇനി നമ്പറുള്ള കാര്യം അറിയില്ലായിരുന്നു, കാരണം RJ രൂപത്തിലാണല്ലോ എന്നെ കോൺടാക്ട് ചെയ്തത് ആദ്യമായിട്ട്. ഈ RJന്ന് VJയിലേക്ക് ആവുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് തോന്നാറുണ്ടോ ഈ മീഡിയത്തിന്റെ ഡിഫറൻസ് കാരണം? അതായത് ഞാൻ RJ വരുന്ന സമയത്ത് ഞാൻ അത്ര ഒരു കിടിലം RJ ഒന്നല്ലായിരുന്നു, നോർമൽ ഒരു സാധാരണ ഒരു RJ മാത്രമല്ല. നമ്മളാരും കാണുന്നില്ലല്ലോ. ഇപ്പം ഞങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുറേ RJs ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളൊന്ന് പേരുണ്ടാക്കി എടുക്കാൻ ഭയങ്കര പാട് തന്നെയായിരുന്നു. അപ്പം 3 വർഷം കൊണ്ട് തന്നെ എത്ര പേർക്ക് RJ വർഷനെ അറിയുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ TV വന്ന സമയത്ത് അതായത് എൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റും മോശം കാര്യം ഒന്നാണ്, എനിക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ അതേപോലെ ടെലിവിഷനിൽ പോയി സംസാരിച്ചപ്പം ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് എൻ്റെ മലപ്പുറം ഭാഷ ഇഷ്ടമാണ്, ഞാൻ സാധാരണ പോലെ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, കൊള്ളാം, വർഷ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടിപ്പം മുഖം ആൾക്കാർക്ക് അറിയാം, കുറച്ച് പേർക്കെങ്കിലും. RJ വരുന്ന സമയത്ത് ശബ്ദം കുറച്ചൊരു കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്ര ഒരു വലിയ സൂപ്പർ ഹിറ്റ് ഷോ ഒന്നുമല്ല ചെയ്തത്, അതുകൊണ്ട് അത്ര പേർക്കൊന്നും അറിയില്ല. TV വന്നപ്പം ഏഷ്യാനെറ്റാണ്, പിന്നെ സ്റ്റാർ സിംഗറാണ്. അവർ ഓൾറെഡി അടിപൊളി ആയതുകൊണ്ട് അതിൻ്റെ ഭാഗം ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ അറിയാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല.
ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? അയ്യോ അത് ഭയങ്കര എപ്പിക് റിയാക്ഷൻ അത് എൻ്റെ ഭാഗത്തുനിന്ന്. കാരണം സെർഗോ സാറാണ് നമ്മുടെ ഷോ പ്രൊഡ്യൂസർ. സെർഗോ ഞാൻ അതിൽ എത്ര കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം ശില്പ ബാല ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ജീവിതാവസാനം വരെ കടപ്പെട്ടിരിക്കും. എന്താ വെച്ചാൽ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ആങ്കറിനെ നോക്കുന്നുണ്ട്, അപ്പം നീ സെർഗോ സാറിനെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സെർഗോ സാറാണ് ഇത്രയും ഹിറ്റ് ഷോസ് ചെയ്യുന്ന ആളെന്ന് മനസ്സിലാവുന്നത്. മൂപ്പരെ ഞാൻ വിളിച്ചു. മൂപ്പരെ വിളിക്കുമ്പം സെർഗോ വിജയരാജ് എന്നല്ല പേര്. അപ്പം ഞാൻ ഇന്നേ വരെ സെർഗോ എന്നുള്ള പേര് കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിജയരാജ് സാറല്ലേ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് പേടി ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ മൂപ്പർക്ക് അറിയാം മൂപ്പരെ പേര് ആരും അത്ര പെട്ടെന്ന് പറയില്ല എന്നുള്ളതുകൊണ്ട് മൂപ്പർ അതേന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു, എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ഞാൻ പോയി. ഞാൻ അന്ന് ആദ്യം പോയപ്പം ഒരു ഇത്ര ഇറക്കുള്ള ഒരു എന്താ പറയുക ടീഷർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് സ്നീക്കേഴ്സ് ഒക്കെ ഇട്ടാണ് പോയത്. അപ്പം മൂപ്പർ കണ്ടപ്പം അതായത് ഭയങ്കര കുഞ്ഞൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ടി വിയിൽ കാണുന്ന അത്ര ഹൈറ്റും സൈസും നമുക്കില്ലല്ലോ ശരിക്കും വരുമ്പം. അപ്പോൾ ആൾ നോക്കുമ്പോൾ ഇവളെ ഞാൻ എങ്ങനെ ആങ്കർ ആക്കും എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ടുണ്ടായിരിക്കാം. അപ്പം ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് മൂപ്പർ എന്നെ വിട്ടു. പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അടുത്ത തവണ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആങ്കറിനെ പോലെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഹീൽസ് ഒക്കെ ഇട്ട് സൽവാറൊക്കെ ഇട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഞാൻ ചെന്നു സംസാരിച്ചു. ഓഡീഷനൊന്നുമില്ല ചേച്ചി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് എന്നെ എങ്ങനെ ഓഡീഷനൊന്നും എടുക്കാണ്ട് എടുത്തു എന്നുള്ളതാണ്. ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്തോ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. കിഷൻ സാറിനെ കണ്ടു, നമ്മുടെ ബിസിനസ് ഹെഡ് സാറിനെയൊക്കെ കണ്ട് സംസാരിച്ച് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗെറ്റ് റെഡി ദ ബ്ലാസ്റ്റ് എന്ന്. അപ്പം ഞാൻ വെച്ചു ഞാൻ ഒന്നാമത് മലയാളം മീഡിയമാണ്. അപ്പം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ടേംസ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇത് എന്തോ മൂപ്പർ ഉദ്ദേശിച്ചു. അപ്പം ഞാൻ അവർ തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അതായത് അവർ തുടങ്ങുകയാണ് സ്റ്റാർ സിംഗർ. അപ്പം ഞാൻ സൂപ്പർ എന്നുള്ള ഒരു തംസപ്പ് ഇട്ട് കൊടുത്തു. മൂപ്പറിൻ്റെ അടുത്ത് ഒന്നും കൂടിയും പറഞ്ഞു ഗെറ്റ് റെഡി ദ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായില്ല. അതിൻ്റെ അടുത്ത് പറയും ഇടി നീ ഇതിലുണ്ട്, നീയാണ് ആങ്കർ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടുകാർ എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എക്സ്പ്രഷൻ കുറവാണ്. എനിക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മറ്റേ എളിമ കൊണ്ട് ഞാൻ മറ്റേ എന്താ പറയേണ്ടതെന്ന് പറയാം. അത് അങ്ങനത്തെ ഒരു അതിലോട്ട് ഞാൻ ചിലപ്പോൾ പോകും. അപ്പോൾ മൂപ്പറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര എളിമയൊക്കെ കാണിച്ച് നിൽക്കുമായിരുന്നു. വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ സാധനം എനിക്ക് കാണിക്കാൻ അറിയില്ല. അപ്പം മൂപ്പരും പറഞ്ഞു ഇത്രയും വലിയൊരു ഷോയിൽ നിന്നെ ഞാൻ ആങ്കർ ആക്കിയിട്ട് നിനക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തത് എനിക്കിപ്പോഴും അത്ഭുതമാണ്. അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ കാണിച്ചത് എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഒരു വലിയ സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഇങ്ങനെ കൂടുതൽ ഒതുങ്ങും. കാരണം കൂടുതൽ സന്തോഷിച്ചാൽ ഇനി എന്തെങ്കിലും അടുത്തത് ദുഃഖം വരും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് പൊതുവെ വരാറുണ്ട്. അപ്പം ഞാനങ്ങനെ കൂടുതലായിട്ട് അത് കാണിക്കാറില്ല. ഞാൻ ഓക്കെ ഇതൊക്കെ പറഞ്ഞിരിക്കും. അല്ല, ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു ഐക്കോണിക് ഷോ ആണ്. മലയാളികൾക്ക് എനിക്കൊന്നും ഐഡിയ സ്റ്റാർ സിംഗർ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല ഈ ലോകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ വർഷയ്ക്ക് പേഴ്സണലി സ്പീക്കിംഗ് നമ്മുടെ ഉള്ളിൽ എന്തായിരുന്നു ഒരു ഹേർഡിൽ എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനുള്ളത്? കാരണം നമ്മൾ പുറത്ത് കാണുന്നത് ഓഫ് കോഴ്സ് ഒരു പ്രസൻറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് കറക്റ്റായി പിടിക്കണം എന്നുണ്ടായിരിക്കുമല്ലോ. അതെന്തായിരുന്നു? അതായത് ചേച്ചി ഇപ്പം ഞാൻ ഈ രണ്ടാമത്തെ സീസണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ആളുകളെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരാളല്ല. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. അതായത് ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഭയങ്കര നാണമാണ് എനിക്ക് പുതിയൊരു സർക്കിൾ ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് കയറി ചെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾ ആങ്കർ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ഇരിക്കുന്നു, ഇവരെല്ലാവരും ഇരിക്കുന്നു, കുട്ടികളിരിക്കുന്നു, ഇവരൊക്കെ ഞാനല്ല ഓണാക്കി കൊണ്ടുവരേണ്ടത്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ. പിന്നെ ഞാൻ കണ്ട കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലെഗ് പുള്ളിങ് നടക്കുകയാണ് മെയിൻ. ഇത്രേ ഉള്ളൂ. ആൻഡ് പഴയ രീതി മാതിരിയല്ല, ഇപ്പം ഒരു ഫോർമൽ വേ ഓഫ് പ്രസന്റേഷൻ അല്ല, കുറച്ചുകൂടെ കാഷ്വൽ ആണ്. പിന്നെ റിയൽ മെറ്റീരിയൽ കുറേ കാണും. അതെ അല്ലേ? പഴയ എപ്പിസോഡ്സ് ഒക്കെ ഇരുന്ന് കണ്ടായിരുന്നോ ചെയ്യുന്നതിന് മുമ്പ്? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് എനിക്ക് എന്താ വലിയൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ പേടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ പേടിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ എപ്പിസോഡിന് കീരവാണി സാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടെ. ഞാൻ അങ്ങനെ കുറേ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് ആകെ 3 കൊല്ലത്തെ റേഡിയോ എക്സ്പീരിയൻസേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഇവന്റ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ കുറേ വലിയ ഷോസ് ചെയ്തിട്ട് ടി വിയിൽ വന്ന ആളല്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് കുറവാണ്. എന്നെ സെർഗോ സാർ എടുത്തത് എന്തിനാന്ന് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ
ചേച്ചി സത്യം പറയാ, ഫസ്റ്റത്തെ എപ്പിസോഡിൽ ചിത്ര ചേച്ചി, സിതാര ചേച്ചി, വിധുചേട്ടൻ, കീരവാണി സാറ്, പിന്നെ ഞങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ വലിയ വലിയ ആൾക്കാർ, ഇവരെല്ലാവരും കൂടി വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുമ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞത്, അതെനിക്ക് അന്ന് അത്രയും ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് എന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കൊരു വിവരം വേണ്ടേ ബേസിക്കായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പൊ എങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സെറ്റാണ്, ഇപ്പോൾ സെറ്റാണ്, കംപ്ലീറ്റ്ലി സെറ്റാണ്. ഞാൻ ആ പോസ്റ്റ് കണ്ടിരുന്നു വിദ്യാബാലൻ്റെ കൂടെ. ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ? ശരിക്കും അതിനകത്ത് ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒന്നിനും കൂട്ടാറില്ല, അതായത് ഡാൻസ് അല്ലെങ്കിൽ പരിപാടിയൊക്കെ ഒന്നും. കാരണം എന്താ വെച്ചാൽ എപ്പോഴും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ സ്കൂളിൽ ഡാൻസ് വരുമ്പോൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷം പോപ്പുലർ അല്ലായിരുന്നു. ചേച്ചി ഞാൻ പോപ്പുലർ ആണ് മറ്റു പല കാര്യങ്ങൾക്ക്. അതൊന്നും ആയിരുന്നില്ല. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ്സിലൊക്കെ കുറേ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തൊക്കെ വലിയ വലിയ മാഷന്മാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ള ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ, പാട്ട് പഠിക്കുന്ന ആൾക്കാർ, മോണാക്ട് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു ജില്ലാ മത്സരമൊക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഇടയിൽ ഇതൊന്നും പുറത്തുപോയി പഠിക്കാണ്ട് അമ്മ എഴുതി തന്ന മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും കിട്ടാറില്ല. അപ്പം ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരായിരിക്കും അവിടെ എപ്പോഴും മുമ്പിലുണ്ടാവുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള കാര്യം, ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പം നമ്മുടെ കറുപ്പിനഴക് വെളുപ്പിനഴക് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം. അപ്പം അതിൻ്റെ എന്തൊരു സ്കൂളിലൊരു പരിപാടിക്ക് ആ പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ CD-യിലാക്കി കൊണ്ടുവരാ പാട്ട്, അതുകൊണ്ട് എന്നെ ചിലപ്പോൾ കൂട്ടുമായിരിക്കില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ടീച്ചർ എന്ത് ചെയ്തു, ഞാനാണല്ലോ CD-യിലാക്കി കൊണ്ടുവരുന്ന പാട്ട്, അതുകൊണ്ട് എന്നെ മുമ്പിൽ നിർത്താമെന്ന് വെച്ചാൽ എന്നെ മുമ്പിൽ നിർത്തി. പക്ഷേ അതായത് പ്രപഞ്ചം പോലും എനിക്ക് എതിരാണെന്നുള്ള രീതിയിൽ അന്ന് ഇടേണ്ട ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ ഒരു പാൻറ്, എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇത്ര ഇറക്കുള്ള ഒരു ടോപ്പ്, ഷോള്, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ചോളി വേറെയാണല്ലോ, മറ്റേ ഇങ്ങനെ ലഹങ്ക പോലെയാണല്ലോ, ഇത് വേറെ സാധനം. ആ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് അമ്മ വീട്ടിലില്ല. അപ്പം ഞാൻ എൻ്റെ അലമാരയിൽ നോക്കുമ്പോൾ ആ ഡ്രസ്സ് കാണാനില്ല. ആ ഡ്രസ്സ് ഇടാത്തതിൻ്റെ പേരിൽ അന്ന് എന്നെ ബാക്കിൽ നിർത്തി. അതായത് CD-യിൽ പാട്ടാക്കി കൊണ്ടുപോയിട്ടു. മനസ്സിലായോ? അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ അത്ര വിഷമമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടിയല്ല. വളരെ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. വർഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, നമ്മൾ ബാക്ക് ബെഞ്ചസ് ആണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നവരാണെങ്കിലും ആൾക്കാർ, ടീച്ചർമാരെല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ ഈ നടുക്കിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരാർക്കും ശ്രദ്ധ കിട്ടാതെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പുറകിലല്ല, എന്നാൽ മുമ്പിലും അല്ല. എനിക്ക് ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് സയൻസിന് മാർക്ക് കുറവാണ്, മാത്സിന് മാർക്ക് കുറവാണ്. സയൻസിനും ഇതിനൊക്കെ മാർക്കുള്ളവരെയാണല്ലോ ആൾക്കാർ പഠിക്കുന്ന കുട്ടികളായിട്ട് അംഗീകരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും പിറകിലെത്തണമെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറയണം, അതുമില്ല, കുറച്ച് മാർക്ക് എനിക്കുണ്ട്. അപ്പം ഞാൻ നടുവിലോട്ട് പോയുമ്പം ഇപ്പം അത് ചേച്ചി പറഞ്ഞില്ല, അതായത് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അങ്ങനെ ഒരു പോപ്പുലർ അല്ല എന്നുള്ള കാര്യം. ഞാൻ ശരിക്കും 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ, അതായത് സ്കൂളിലൊക്കെ ഒരു എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അതായത് വലിയ കാര്യമായിട്ടില്ല, ടീച്ചേഴ്സിന് ആ വർഷ പഠിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കാണെങ്കിലും തന്നെ ആ വർഷം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നല്ല അഭിപ്രായം ഒന്നും സത്യം പറഞ്ഞാൽ എന്നെ പറ്റി +2 വരെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെങ്ങനെയാണ് നാട്ടിൽ പോകുമ്പോൾ? ഇപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ആൾക്കാരിങ്ങനെ. ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമാണത്. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാരെ അല്ലെങ്കിൽ തള്ളി പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് തോന്നാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇന്ന് അവരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ അവരുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ എന്നെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലെവിടെ ഒരു മുറിവുണ്ടല്ലോ, നമ്മൾ അന്ന് ഇത്രയ്ക്ക് പറഞ്ഞാണെന്നുള്ളത്. അപ്പോൾ അവർ വീണ്ടും വരുമ്പം ആ കുട്ടിയാണെന്ന് തോന്നുന്നു ഉണരണത് മനസ്സെന്ന്. അപ്പോൾ ഞാൻ അവരെ 2 കൈയിട്ട് സ്വീകരിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നാറില്ല പൊതുവെ. വർഷ ഒരു പോസ്റ്റിൽ എഴുതിയത് ഐ വിൽ മേക്ക് ദാറ്റ് ലിറ്റിൽ ഗേൾ പ്രൗഡ് എന്നാണ്. ടെൽ മീ അബൌട്ട് ദാറ്റ് ലിറ്റിൽ ഗേൾ. ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു വർഷയുടെ. ഇന്നിപ്പം വെറും വർഷമെന്നെല്ലാവരും പറയും, പക്ഷേ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പറയാൻ കുറച്ച് സമയമെടുക്കും. ഐ എം സോറി ദാറ്റ്, അതായത് അത് കുഴപ്പമില്ല, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് സ്ലട്ട് ഷെയിം അനുഭവിച്ചോ. സ്ലട്ട് ഷെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് വെൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അവരുടെ ക്യാരക്ടറെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിനെ സ്ലട്ട് ഷെയിം എന്നുള്ളൊരു മീനിങ് ഉണ്ടാവുക. ദിസ് ഈസ് വെൻ യു ആർ ഇൻ 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതലാണെന്നുള്ളത്. കാരണം ഇന്ന് കാണിക്കുന്ന പോലെ തന്നെ
ഏറ്റവും കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്ത് തന്നെ നമുക്കിങ്ങനെ ചെറിയ കളറുള്ള ലിബാമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകും. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എഴുതി പോവും. അമ്മയുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ പോവാറുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല എന്തിനാ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോയിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഭയങ്കര സൗന്ദര്യം, അതായിരുന്നു എൻ്റെ മെയിൻ. അങ്ങനെ ഞാൻ നടക്കുമായിരുന്നു. മാത്രമല്ല ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധാരണ ആൾക്കാരാണ്. നമ്മളങ്ങനെ എനിക്കൊന്നും ചേച്ചീൻ്റെ സ്കൂൾ ടൈമിലോ കോളേജിലോ കിട്ടിയ അത്ര പോലെ എക്സ്പോഷർ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല ആ സമയത്തൊന്നും. ഭയങ്കര നോർമൽ സ്ഥലമാണ്. അപ്പം അങ്ങനെ പറയല്ലേ, ഞാൻ കുറേ വർഷം പഴക്കമുള്ള. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കാരണം ഞാൻ അത്രയും ചേച്ചി പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ അത്രയും സാധാരണ സ്ഥലത്തു നിന്നാണ് വരുന്നത്. സാധാരണ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ 9th പഠിക്കുമ്പോൾ ഈ ലെഗിൻസ് ജീൻസ് ഒക്കെ ഉണ്ടല്ലോ, ടൈറ്റ് ഫിറ്റ്, ആ ജീൻസ് ഒക്കെ ഇറങ്ങുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എനിക്കതൊന്നും മേടിച്ചു തരില്ല. പിന്നെ അന്നത്തെ സമയത്ത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഓണത്തിനും വിഷുവിനൊക്കെ ഡ്രസ്സും കിട്ടുള്ളൂ. അപ്പം അധികം ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ആൻറ്റിക്ക് ജോലി കിട്ടിയപ്പം പുള്ളിക്കാരത്തി നമുക്ക് ചിലവ് ചെയ്ത കൂട്ടത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ജീൻസ് മതി, ഒരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ലെഗിൻസ് പോലത്തെ ആ ഒരു ബ്ലൂ കളർ ജീൻസും ഈ കളർ ടീഷർട്ടുമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടീഷർട്ടൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഞാൻ ട്യൂഷനൊക്കെ പോവാം. അപ്പം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഭയങ്കര ജീൻസ് ഇട്ടോ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം നാടാണത്. അവിടെ അത്രയും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല പോരാത്തിന് എനിക്ക് ഈ പറഞ്ഞ മുടി അഴിച്ചിട്ട് പോകണം, മുഖത്ത് ഇതിട്ട് പോകണം, അങ്ങനെയൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ചാനൽസിലൊക്കെ ആങ്കറായിട്ടൊക്കെ പോയി തുടങ്ങിയത്. അപ്പം ഓൾറെഡി 9th പഠിക്കുമ്പോൾ, അതായത് അവിടുത്തെ നമ്മുടെ ലോക്കൽ ചാനൽസിലൊക്കെ പിന്നെ പരിപാടിയൊക്കെ ഉണ്ട്, ആങ്കർ ചെയ്യും. അപ്പം ഇന്നും അന്നും ഇന്നും ഉള്ളതുപോലെ തന്നെ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആങ്കർ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ പറയുന്നത് അവിടെ പോകുന്ന പെൺകുട്ടികൾ കുറച്ചൊക്കെ എന്തോ ആണ് എന്നുള്ളൊരു എന്തോ ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സ് നോക്കുമ്പോൾ, എൻ്റെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരുങ്ങി നടക്കുന്നുണ്ട്, എന്നാൽ കാര്യമായിട്ട് പഠിക്കുക ഭയങ്കര പഠിത്തവും ഇല്ല, എന്നാൽ വലിയ ഡാൻസ് പരിപാടി അതിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇവളിങ്ങനെ നടക്കുന്നുണ്ട്, പുറത്തിന് ടി വിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അപ്പുറത്ത് മറ്റേ മിക്സ്ഡ് സ്കൂളൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ എന്നുള്ളൊരു സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോലും അറിയാണ്ട് എന്നെ പറ്റി ഭയങ്കര കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നും. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ഒരു ബുള്ളിയിങ് എന്നുള്ള കഥ. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് ബുള്ളിയിങ് ആണെന്നും സ്ലട്ട് ഷെയ്മിങ് ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ 12th, അതായത് 11th ഞാൻ വേറെ സ്കൂളിൽ പോയി. ഗേൾസ് സ്കൂളിൽ പഠിച്ച് മടുത്തിട്ട് വേറെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10th എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വേറെ സ്കൂളിൽ പോയി. 11th 12th മിക്സ്ഡ് സ്കൂളാണ് പഠിച്ചത്. അവിടെ ചെന്നപ്പം കഥ ഇങ്ങോട്ട് മാറി. അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരാളിൻ്റെ ഇതേപോലെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് പറയുന്നുണ്ടൊന്നും തോന്നരുത്, എനിക്ക് ചെറിയ പ്രേമത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പോൾ ഞാൻ ഇഷ്ടമാണെന്നൊക്കെ തിരിച്ചും പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ശരിയാവില്ല എന്നൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം പലപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്കൊരു റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ഇതാണ്. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് കുറച്ച് കുട്ടികൾ എന്നെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. മാനസികമായിട്ട് എന്നെ ഭയങ്കര ഷെയ്മിങ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന തൊട്ട് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പം ബോർഡിൽ എൻ്റെ പോലത്തെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കുക. എനിക്കറിയാതെ എന്നെ പറ്റിയാന്നുള്ളത്. ചുറ്റും കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ട്സ് എനിക്ക് അന്ന് എൻ്റെ കൂടെ ഇരുന്നിരുന്ന ഒരു കുട്ടിയുണ്ട്, ശ്രേയ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവളായിരുന്നു ഒരു ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ അവളുള്ളതുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ 11th 12th ഞാൻ എങ്ങനെയോ പോയത്. അവളുണ്ടായിരുന്നു, അവൾക്കും അറിയാം ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഭയങ്കര ആത്മാർത്ഥ ബന്ധം അങ്ങനെയൊന്നും അല്ല, അവരും എല്ലാവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെന്നെ ബുദ്ധിമുട്ടിച്ച് മെൻ്റലി ഭയങ്കര ടോർച്ചർ ചെയ്ത്. പക്ഷെ ഞാൻ അവരെ കുറ്റം അറിയില്ല. വീട്ടിൽ പോയി പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഒരു ബുള്ളിങ് ഒരു ഗ്യാങ്ങായിട്ട് അവർ കൂട്ടം ചേർന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ അറ്റാക്ക് ചെയ്യുക. അതിപ്പം ഫേസ് ടു ഫേസ് ആയിരിക്കില്ല, ഇപ്പം ചിലപ്പം ഓൺലൈൻ വഴിയായിരിക്കും, ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും, അവരുടേതായ ഗ്രൂപ്പ്സിനകത്തായിരിക്കും. അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്നതാണ് കുട്ടികളെ. പക്ഷേ ഫാമിലിയിൽ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്രയൂടെ എളുപ്പമായിരിക്കും. വർഷയുടെ വീട്ടിൽ ആരായിരുന്നു വർഷയുടെ സപ്പോർട്ട് സിസ്റ്റം? അവിടെ എന്താ വെച്ചാൽ എൻ്റെ അമ്മ, അതായത് അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അമ്മയാണ് ഞങ്ങൾ 3 മക്കളെ ഒറ്റയ്ക്ക് വളർത്തുന്നത്. 3 മക്കളെ. അമ്മ പ്രഗ്നൻ്റ് ആവുന്നു,
അച്ഛൻ അവിടെയാണ്, അമ്മ ഒറ്റയ്ക്ക് പ്രസവിക്കുന്നു. ഞങ്ങൾ 3 മക്കളും പ്രസവിച്ചപ്പോൾ എൻ്റെ അച്ഛനില്ല. അമ്മ ഒറ്റയ്ക്ക് പ്രസവിക്കുന്നു, അമ്മ ഒറ്റയ്ക്ക് വളർത്തുന്നു. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അനിയത്തി ഉണ്ടാവണം, 7 പഠിക്കുമ്പോൾ അനിയൻ ഉണ്ടാവണം. ഞങ്ങൾ തമ്മിൽ 10 വയസ്സും 12 വയസ്സും വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഈ 12th 11th പഠിക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് ഇത്രേ പോകുന്ന 2 മക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. ഇന്നും എൻ്റെ വീട്ടുകാർക്ക് അറിഞ്ഞൂടാ സ്കൂൾ കാലഘട്ടത്തിൽ വർഷാരിമേഷ് അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. കാരണം അവരവരുടെ പ്രശ്നങ്ങളാണ് ചേച്ചി. അതായത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ലിറ്ററലി വളർന്നു വലുതാവുന്ന ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയനും അനിയത്തിക്കും ഒരു പക്ഷേ എല്ലാം ഉള്ള അച്ഛനും അമ്മേനെ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ആസ് എ മൂത്ത മകൾ എന്നുള്ള നിലയ്ക്ക് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ള അച്ഛനമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർ ആ സമയത്ത് ഭയങ്കര സ്ട്രഗിളിങ് ആണ്, ഫിനാൻഷ്യലി സ്ട്രഗിളിങ് ആണ്. അമ്മ മെൻ്റലി ഭയങ്കര സ്ട്രഗിളിങ് ആണ്. കാരണം ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് അമ്മ 3 മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുക. ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെയൊക്കെ പറ്റി ഡെയിലി സ്കൂളിൽ കംപ്ലയിൻറ്റ് വരുന്നു. അമ്മയ്ക്ക് അവിടെ പോകണം, ഈ പിള്ളേരെ പഠിപ്പിക്കാൻ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അമ്മ ഒരിക്കലും എൻ്റെ അടുത്ത് മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് അമ്മയുടെ അടുത്ത് പറയാനും പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ അപ്പുറത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെ സൈക്കാട്രിസ്റ്റ് അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ടെന്ന് പണ്ട് അറിഞ്ഞിട്ട് ഞാൻ അവിടെ കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ആരുടെ പറയാനില്ല നമുക്ക്. വീട്ടിൽ പറഞ്ഞാലും അവരെന്താ പറയുക, നിൻ്റെ പ്രശ്നം കൊണ്ടാണ് അന്ന് പറയുള്ളൂ. ഇന്നാണ് അവർ നമ്മുടെ കൂടെ വളർന്നിട്ട് അവരും ലോകം കണ്ടു തുടങ്ങിയത്. അന്ന് അവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല ലിറ്ററലി. അതായത് ഒരു സ്കൂള് മുതൽ ഞാനിങ്ങനെ മറ്റേ ഒറ്റയ്ക്ക് ഇങ്ങനെ യുദ്ധം വെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് ലിറ്ററലി ആണ്. ഐ എം പ്രൗഡ് ആക്ച്വലി. അതായത് അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്ന് ഇവിടം വരെയൊക്കെ കുറച്ചെങ്കിലൊക്കെ എന്തൊക്കെ എത്താൻ പറ്റി എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ കുട്ടിക്കാലം ഇന്നെങ്ങനെയാണ് വർഷേൻ്റെ പേഴ്സണാലിറ്റിയെ, വർഷയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സെൽഫ് മെയ്ഡ് ആണ്, ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്, ഐസൊലേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് യു ആസ് എ പേഴ്സൺ? ഇന്നും എനിക്കുള്ള ട്രോമാസിൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ള പല പ്രശ്നങ്ങളുടെയും കോർ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ആ ഒരു 8ാം ക്ലാസ് മുതലുള്ള ലൈഫാണ്. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പോയ സമയത്ത് അത്രയും നാൾ എന്നെ പറ്റി ആൾക്കാർ മോശം പറഞ്ഞുകൊണ്ട് ഇവിടെ എനിക്ക് നല്ല പേരുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്നെനിക്ക് എന്താ മാറ്റം ഉണ്ടാക്കിയതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കത് കുറേ മുറിവ് ഉണ്ടാക്കിയെന്ന് മാത്രമേ എനിക്കിപ്പോഴും അറിയുള്ളൂ. ഞാൻ ഇപ്പോഴും അതൊന്ന് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ആരുടെ പരാതിയില്ല. കാരണം അവരന്ന് കുട്ടികളാണെന്ന് എനിക്കറിയാം. അവരും ഇവരില്ലാണ്ട് ചെയ്തതാണ്. അതിലൊരാൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച് 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ MBA പഠിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണെന്ന്. പക്ഷേ അവർക്ക് പറ്റിയത് നമുക്ക് ഓക്കെ എന്ന് വയ്ക്കാം. പക്ഷേ ഇതിലൊരാളുടെ അമ്മ ഭയങ്കര മലപ്പുറത്ത് അത്യാവശ്യം ഒരു ലീഡിങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് പുള്ളിക്കാരത്തി. അവർ ക്ലാസ് എടുക്കുകയാണ്. അപ്പം ക്ലാസ്സിന് ഞാനും പോകുന്നുണ്ട്, ഞങ്ങളെ എല്ലാ 11th കുട്ടികളും പോകുന്നുണ്ട്. അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള, അത്രയും വിവരമുള്ള ഒരമ്മ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ ബുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല. അത് ഞാൻ മറ്റേ ഒരുങ്ങി നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ മിന്നി നിൽക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഒന്നും സ്വഭാവം നല്ലതല്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഒരമ്മ പറയുന്നതാണ്, നല്ല വിവരമുള്ള ഒരമ്മ പറയുന്നതാണ്. അപ്പോൾ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് വേണമെങ്കിൽ നടിക്കാം. പക്ഷെ അവരങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു. അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക. അപ്പം ഞാൻ ലിറ്ററലി ഓക്കെ അവിടെയും പോയി ഇവിടെ പരിപാടി ഉദ്ദേശിച്ചാലും ഇതാണ് അവസ്ഥ എന്നുള്ളൊരു ഇതിലോട്ട് ഞാൻ വന്നായിരുന്നു ആ സമയത്ത്. എല്ലാവരും പറയാറുണ്ട് കുട്ടിക്കാലമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ്, അവർക്ക് തിരിച്ച് പോകണം, സ്കൂൾ ഡേയ്സിലോട്ട് പോകണം. ഞാൻ പറയും എനിക്ക് പോകണം, ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ്. ആക്ച്വലി ഇപ്പം ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ്. എൻ്റെ സ്കൂൾ കാലഘട്ടം എനിക്ക് ട്രോമയാണ്. ഈ ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരുന്നു കുഞ്ഞുനാളിൽ ആലോചിക്കുമ്പോൾ മുന്നിൽ ഇതായിരിക്കും, അതെന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടിരുന്നൊരു പെൺകുട്ടിയാണ്.
എനിക്ക് എൻ്റെ വീടിന് മുന്നിൽ കൂടെ ഇങ്ങനെ മഞ്ഞ മാരുതി 800 ആരും ഓടിച്ചു പോയപ്പം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് വലുതാകുമ്പോൾ മഞ്ഞ കാറ് മേടിക്കണം എന്ന്. ഓക്കെ. ഞാൻ വലുതാകുമ്പോൾ കാറ് മേടിച്ചു, പക്ഷെ മഞ്ഞയല്ല മേടിച്ചത്. അതുപോലെ തന്നെ സിനിമയിൽ എനിക്ക് സിനിമ നടിയാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം എന്താ, ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നെ എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം. ആക്ച്വലി എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം. അതിലോട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം സിനിമയിൽ അഭിനയിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയിൽ ഡ്രസ്സ് അവർ ഇടുന്നുണ്ട്. അപ്പം ഞാനെന്നൊക്കെ പറയുമ്പം നമുക്കങ്ങനെ നല്ല ഡ്രസ്സുകളൊന്നും ഇല്ല, സാധാരണ ഡ്രസ്സുകളൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ അത്രയും ഫിനാൻഷ്യലി ഭയങ്കര നല്ലതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡ്രസ്സ് മേടിക്കാറില്ല. അപ്പം എനിക്ക് നല്ല ഡ്രസ്സ് ഇട്ട് എപ്പോഴും നടക്കണം, നന്നായിട്ട് മറ്റേ മുടിയൊക്കെ വെട്ടി നടക്കണം, നല്ല മേക്കപ്പ് ഇടണം, കാർ ഓടിച്ച് നടക്കണം, പിന്നെ ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് താമസിക്കണം. ഇതൊക്കെ ഫ്ലാറ്റ് എന്നല്ല, ഒറ്റയ്ക്ക് താമസിക്കണം. അന്ന് ഫ്ലാറ്റൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതൊക്കെയായിരുന്നു ആഗ്രഹം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ച എല്ലാം ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. ഐ എം ടച്ച് വുഡ്. അതായത് അത് ഭയങ്കര നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട് ലൈഫിൽ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ അടുത്തത് എന്താണെന്നുള്ളത്. പക്ഷേ റൈറ്റ് നൗ എൻ്റെ ആ ഒരു കുഞ്ഞ മനസ്സ്, അല്ലെങ്കിൽ ആ കുഞ്ഞ പെൺകുട്ടി ഇപ്പം എവിടേക്ക് ഇരുന്ന് ഹാപ്പിയാണ്. ആ BMW പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? ആ വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പം ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ നാട്ടുകാർക്കുള്ള ഉത്തരവാണ് ഇതെന്ന്. ദാറ്റ്സ് ആക്ച്വലി ഒരു സ്വീറ്റ് റിവെഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട് BMW? ആക്ച്വലി BMW മേടിക്കാൻ എളുപ്പമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് മേടിച്ച് അന്ന് മുതൽ തുടങ്ങിയ മനസ്സമാധാനക്കേടാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി എല്ലാവർക്കും ഒരു റിപ്ലൈ ആണ് വർഷയുടെ ലൈഫ്. ഈ റീല് പരിപാടി തുടങ്ങിയതില്ലേ, അതൊരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നാറുണ്ടോ ചിലപ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഞാൻ റേഡിയോയിലായിരുന്ന സമയത്ത് എൻ്റെ ടാർഗറ്റിന്റെ ഭാഗമായിരുന്നു റീല് ചെയ്യാന്നുള്ളത്, വീഡിയോ ചെയ്യാന്നുള്ളത്. മില്യൺസ് ഒക്കെ അടിച്ചാൽ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു അവിടെ. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് റീൽ ചെയ്ത യുവതിയാണ് ഞാൻ. എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് റേഡിയോയിൽ സംസാരിക്കുക അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ഡിജിറ്റൽ കുറേ ടാർഗറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് റീൽ ചെയ്യുന്നതിനൊക്കെ കുറച്ചൊരു റീച്ചൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ അതൊക്കെ ചെയ്തെങ്കിലും ഞാൻ റേഡിയോയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഞാൻ കൂടുതൽ റീൽസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ട് നിലനിൽപ്പ് ഇപ്പം ടെലിവിഷൻ ഷോ ഇല്ലെങ്കിൽ അത് പോസിബിൾ ആണോ? ഇത് പല രീതിക്കാണ് ചേച്ചി. കാരണം നമുക്ക് ടെലിവിഷനിൽ ചിലപ്പം നമുക്ക് കിട്ടുന്ന പ്രശസ്തിയല്ല ഞാൻ പറയുന്നത്, പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുമായിരിക്കും. ഓക്കെ. മോണിറ്ററി കാര്യത്തിൽ നമുക്കത് വലിയ പ്രശ്നമില്ല. ഇപ്പം ക്രിയേറ്റർ ആണെങ്കിലും ഇപ്പോൾ ടെലിവിഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഒരു ഇൻകൺസിസ്റ്റൻസി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമുക്ക് അറിഞ്ഞുകൂടാ നാളെ എന്താണെന്നുള്ളത്. അതിപ്പം എന്താണെങ്കിലും ഇപ്പം എന്നെക്കാൾ നല്ലൊരു ആങ്കർ വന്നു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, കാരണം ഓൾറെഡി ഞാൻ ഏറ്റവും ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ സ്റ്റാർ സിംഗറിൽ വേറൊരാൾ, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാൾ തന്നെ വേറൊരാൾ കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. റേറ്റിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ആ പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പം മാത്രമല്ല ഞാൻ നോക്കുമ്പം എന്തോരം ആൾക്കാരാണ് നമുക്കിപ്പം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പം അത് രഞ്ജന ചേച്ചി തന്നെയാണ്. അത് എത്ര സീസൺ കഴിഞ്ഞാലും രഞ്ജന ചേച്ചിയാണ്. പിന്നെ ഇപ്പോൾ പേളി ചേച്ചി ഉണ്ട്, നമുക്ക് മിഥുനേട്ടൻ ഉണ്ട്, അശ്വതി ചേച്ചി ഉണ്ട്. അങ്ങനെ കുറേ വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, ഏറ്റവും ഒരു ജൂനിയറായിട്ട് നിൽക്കുന്നത്. അപ്പം എഗെയിൻ എനിക്കറിയാം ഇതിനങ്ങനെ വലിയമായിട്ട് കൂടുതലൊരു ലൈഫ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഉള്ള നേരത്ത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പഠിക്കുന്നുണ്ട് ഓരോ ദിവസം. അങ്ങനെ അതിലൂടെ പാക്കപ്പ് ആയിട്ട് എന്തോ സ്റ്റൈലിങ്ങോ മേക്കപ്പ് കോഴ്സും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ പ്ലാൻ അതായിരുന്നു, പക്ഷെ ആ പ്ലാൻ നടന്നില്ല. ബാക്കിയെല്ലാം നടന്നു. ഞാൻ റേഡിയോന്ന് വിട്ടപ്പം ഫസ്റ്റ് ചെയ്ത കാര്യം, ഞാനൊരു 5 ദിവസത്തെ മേക്കപ്പ് കോഴ്സ് പഠിച്ചായിരുന്നു. ഒരു സർട്ടിഫൈഡ് കോഴ്സ് ഞാൻ പഠിച്ചു. അതിപ്പോൾ സ്വയം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അതായത് ഞാൻ ഇങ്ങനെ ചേച്ചി അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതിങ്ങനെ ഉപയോഗിച്ചൂടെ, ഇതിങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ എന്നെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു ബാക്കപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാമെന്നുള്ളൂ. കാരണം ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ് എല്ലാത്തിനും. തിരിച്ചാർജ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? എന്നെ വിളിച്ചാൽ ഞാൻ പോകും. പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ PH അടക്കി പറയാറുണ്ട്, നിനക്ക് വേണമെങ്കിൽ വരാട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ടേംസിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ കൊളാബ്സ് ചെയ്യാൻ പറ്റില്ല, സിനിമകൾ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് അക്ഷയുടെ എൻട്രി എവിടെ നിന്നാണ്? അക്ഷയുടെ എൻട്രി ആണ് ഒരു വലിയൊരു എൻട്രി ആയത്. ലിറ്ററലി എന്നെ കൊണ്ട് ഞങ്ങളുണ്ടൊരു ഗെയിം ഇങ്ങനെ കളിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ തോറ്റോണ്ട് റിജക്ട് ചെയ്തോ ആ പ്രൊപ്പോസൽ? യെസ്. കാരണം എനിക്ക് ഐക്യു കുറവാണ് സാറേ. എൻ്റെ അന്നത്തെ
ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം ഇടണം എന്നാ, മേക്കപ്പ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി ഡാൻസ് കളിക്കണം എന്നാ. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കതിന് പറ്റിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ നിൻ്റെ അഭിനയം, അല്ലാന്നുണ്ടെങ്കിൽ കുടുംബം, ഏതാ വേണ്ടതെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മതി, ഞാൻ കുടുംബം വേണ്ടാന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വെച്ചു.